വിജയ നമസ്കാരം. നമസ്കാരം. പശ്ചിമ ബംഗാൾ ബി.ജെ.പി കൈയടക്കിയതിനു ശേഷം മറ്റൊരു അതിർത്തി സംസ്ഥാനത്തിലേക്ക് ബി.ജെ.പി നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പല ഭാഗത്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര എന്താ പറയുക സുഗമമാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ആദ്യമായിട്ടുള്ളത്. പഞ്ചാബാണ്. പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബിജുചേട്ടാ, ഈ ബി.ജെ.പിക്ക് ഇപ്പൊ അട്ടിമറിച്ച് വിജയത്തിൽ വരാൻ സാധിക്കാം. രാഘവ് ചത്ത അടക്കമുള്ളവർ ബി.ജെ.പിയിലേക്ക് പോയി എന്ന് പറയാം. എങ്കിലും ഈ പഞ്ചാബിലെ AAP MLA മാരെല്ലാം കൂടെ ബി.ജെ.പിയിലേക്ക് വന്ന് ചേരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് ജനങ്ങൾക്ക് കൂടെ ഒരു അവർക്ക് കൂടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ വേണ്ട ഈ കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളൊരു ചോദ്യമല്ലേ. ഇത്തവണ അങ്ങനെ മാറി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, എനിക്കുള്ളൊരു ഡൗട്ടാണ്, ബാലിശമാണോ എന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഇപ്പൊ UDF ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ബി.ജെ.പി ആകും എന്ന് പറഞ്ഞാണ് LDF അതിലൊരു വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് LDF 2ാം ടേമിലും ഭരണം വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ കാവി കളസം കാണാം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ INCക്ക് എനിക്ക് തോന്നുന്നു 63 MLA മാർ എന്തോ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാം കൂടെ ബി.ജെ.പിയിലോട്ട് പോയി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ എന്ത് പറയും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൂമി ഇതല്ല, നമ്മുടെ മണ്ണ് ഇതല്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതല്ല. അതുപോലെ പഞ്ചാബിലും ഒരു അട്ടിമറി വിജയത്തിലൂടെ ബി.ജെ.പി വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യം. ബി.ജെ.പി ഒരിക്കലും പഞ്ചാബിൽ ഒരു അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കത്തില്ല. അവർക്ക് അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അവരുടെ കൂടെ 45 MLA മാർ വരാൻ തയ്യാറുമായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ്. കാരണം ഇനി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ 10 മാസം മാത്രമേ ഉള്ളൂ. അവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ പഞ്ചാബിലുണ്ടായിരുന്നു. അവിടുത്തെ ഞാൻ കവർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിന്റെ 5 വർഷം മുമ്പ് 2021 ഞാൻ അവിടെ ഉണ്ടായിരുന്നു, UP-യിലുണ്ടായിരുന്നു. ഇതിനോടൊക്കെ അനുബന്ധിച്ച് UP-യിലും തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഹിമാചൽ പ്രദേശ്, ഇവിടെ എല്ലാം ഇതിനോട് അനുബന്ധിച്ച് വരുന്ന സ്ഥലങ്ങളാണ്. ഉത്തരാഖണ്ഡ്. അപ്പം ഇവിടൊക്കെ അന്ന് പോയിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. പഞ്ചാബിൽ മുഴുവൻ സിഖുകാരൊന്നുമല്ല, 38% ഹിന്ദുക്കളുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, BSP എന്ന് പറയുന്ന പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി രൂപം കൊണ്ടത്, കൻഷറാമിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ അവർക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും 2-3 സീറ്റ് കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്കൊന്നും കിട്ടിയിരുന്നില്ല. അത് മറ്റൊരു കാര്യം. BSP പോയല്ലോ, തകർന്ന് തരിപ്പണമായി പോയി, അവരില്ല ഇപ്പം. അതുപോലെ തന്നെ റാം റഹീമിന്റെ ആളുകളുണ്ട്. അത് പിന്നോക്ക ദളിത്, സിഖുകാർ തന്നെ പിന്നോക്ക വിഭാഗമുണ്ട്. പിന്നോക്ക ദളിത്, ആ വിഭാഗങ്ങൾ അങ്ങനെയുള്ളവരുണ്ട്. ഒരുപാട് വിഭാഗങ്ങൾ, അവാന്തര വിഭാഗങ്ങളുണ്ട്, ഖാലിസ്ഥാനികളുണ്ട്. അകാലിദൾ എന്ന് നമ്മൾ പറയുന്നത് ഈ സിഖുകാരുടെ വിവിധ ഗ്രൂപ്പുകൾ അകാലികൾ എന്നാണ് നമ്മൾ അതിനെ പൊതുവെ പറയുന്നത്. അതൊരു വിഭാഗമൊന്നുമല്ല മൊത്തത്തിൽ പറയുന്നത്. നമ്മൾ നായന്മാരെന്ന് പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഈ അകാലികൾ മൊത്തത്തിൽ പറയുന്നതാണ്. അപ്പൊ അകാലികൾക്ക് ഒരുപാട് ഗ്രൂപ്പുകളും സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ബി.ജെ.പി പഞ്ചാബിൽ ആദ്യമല്ല. ബി.ജെ.പി ഇതിനു മുമ്പ് പഞ്ചാബിൽ അധികാരത്തിൽ, എനിക്ക് തോന്നുന്നത് RSSന്റെ ശാഖയിൽ കയറി ഈ വെടിവെച്ച് കൊന്നിട്ടുള്ള സ്ഥലം പഞ്ചാബാണ്. അവിടെ ഈ ഖാലിസ്ഥാൻകാർ മറ്റേ ഭിന്ദ്രൻവാലയൊക്കെ ശക്തമായിരുന്ന സമയത്ത് RSSന്റെ ഈ ശാഖയിൽ കടന്നു കയറി, എനിക്ക് തോന്നുന്നു 21 സ്വയംസേവകരാണെന്ന് വെടിവെച്ചു വന്നു. അന്ന് RSS പിന്നീട് സ്വയംസേവർക്ക് തോക്ക് കൊടുത്ത്, സ്വയം പ്രൊട്ടക്ഷൻ തോക്ക് കൊടുത്തുകൊണ്ടാണ് ശാഖകൾ അവിടെ നടത്തിയത്. ഇതേപോലെ തന്നെ AK-47 അനുവദിച്ചുകൊണ്ടായിരുന്നവർക്ക്, അത് സർക്കാരിന് അനുവദിച്ചു കൊടുത്തതായിരുന്നു. അത് അനുവദിച്ചുകൊണ്ട് അവർക്ക് കാശ്മീരിൽ അവർ നടത്തിയിട്ടുണ്ട്. അത് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ്, ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇവര് ശിരോമണി അകാലിദളുമായിട്ട് ചേർന്നുകൊണ്ട് ബി.ജെ.പി അവിടെ 10 കൊല്ലം ഭരിച്ചു. ഈ ശിരോമണി അകാലിദൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നാറിയ ഒരു സർക്കാരായിരുന്നു ശിരോമണി അകാലിദൾ. പറയാതിരിക്കാൻ കഴിയില്ല. അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ പോരാ, ആ സംസ്ഥാനത്തെ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ടുള്ള ഭരണകൂടമായിരുന്നു ഈ ശിരോമണി അകാലിദളിന്റെ. അച്ഛനും മക്കളും മരുമോളും എല്ലാം പ്രതികട്ടന്മാരായിരുന്നു. അതിന് അവിടെ പഞ്ചാബിനെ സംബന്ധിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ജ്വല്ലറി കണക്കാണ് ഈ ലിക്കർ ഷോപ്പുകൾ, നല്ല ഭംഗിയുള്ള ലിക്കർ ഷോപ്പുകൾ. ഇച്ചിരി വില കൂടുതലാണ്. നമ്മൾ ഡൽഹിയിൽ നിന്ന് പോകുന്നുണ്ട്, ഡൽഹി വില കുറവാണ്. അപ്പൊ ഇച്ചിരി വില കൂടുതലാണെങ്കിൽ നല്ല ലിക്കർ ഷോപ്പുകളൊക്കെ. പക്ഷെ അവിടുന്ന് അവർ കഞ്ചാവിലേക്ക് അവിടെ യുവതലറോ പിന്നെ ഈ പറയുന്ന അകാലിദൾ, ശിരോമണി അകാലിദളിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അവന്മാരുടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ചെറുപ്പക്കാരുടെ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നു. ഡ്രഗ്സ് കടത്തുന്നത് ആരാണ്? ഇവരൊക്കെ തന്നെയാണ് ഡ്രഗ്സ് കടത്തുന്നത്. ഭരണകൂടം തന്നെ ഡ്രഗ്സ് കടത്തുക, അവര് വിൽക്കുക. പിന്നെ അങ്ങ് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് കൊള്ളയും കൊള്ളിവെപ്പും. ഒരു മരുമോനാണെന്ന് അവിടുത്തെ സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷൻ നോക്കുന്നത്. ഒരു മരുമോൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടുത്തെ DGP, പോലീസിന്റെ മേധാവി പുള്ളിയാക്കുക. പോലീസുകാരുടെ കയ്യിൽ എല്ലാം ഇവരാണ് നടത്തുന്നത്, ഈ കുടുംബം നടത്തുന്നത്. അങ്ങനെ ജനം അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ കൊണ്ട് ഇവരെ താഴെ ഇറക്കിയെന്ന് മാത്രമല്ല, പിന്നെ അവരെ ജീവിതത്തിൽ ഏതായാലും തടിപ്പിച്ചിട്ടില്ല. അതോടുകൂടി തന്നെ ബി.ജെ.പി, കാരണം ബി.ജെ.പിക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. അവർ ജൂനിയർ പാർട്ടി 6 സീറ്റോ മറ്റോ അവരുടെ കൂടെ നിന്ന് കിട്ടിയ സീറ്റുകൾ മാത്രമാണ് അവർക്കുണ്ടായത്. ഇത്തവണ അവർ തനിച്ചു നിന്നിട്ടാണ് 2 സീറ്റ് അവർക്ക് കിട്ടുന്നത്. അപ്പം അതിനുശേഷം അവിടെ കോൺഗ്രസ് വന്നിട്ടും ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മദ്യം, സുരക്ഷിതമില്ലായ്മ,
ക്രമസമാധാന തകർച്ച, ഇങ്ങനെയൊക്കെയാണ് ആ പഞ്ചാബ് മുമ്പോട്ട് പോകുന്നത്. അതിൽ നിന്ന് വേറിട്ട ഒരു സംഭവം, അതായത് ഖാലിസ്ഥാനികളുടെ കൂടെ പിന്തുണ, കർഷക സമരം, ഇതെല്ലാം കൂടെ വന്നതിന്റെ ഒരു ആക്കമായിരുന്നു ആം ആദ്മി പാർട്ടി വരുന്നത് അവിടെ. കാരണം ബി ജെ പിക്ക് അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അവിടെ എല്ലായിടത്തും യൂണിറ്റുകളില്ല എന്നുള്ളത് ഒന്നൊരു പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം, ബി ജെ പിക്ക് അവിടെ മുഖമില്ല. അങ്ങനെയാണ് ഇവർ അമരേന്ദ്ര സിംഗിനെയൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരികയുണ്ടായി ക്യാപ്റ്റൻ. പക്ഷെ അമരേന്ദ്ര സിംഗിന് ഏജ് ആയി പോയിരിക്കുന്നു, പഴയ വീര്യം ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു വട്ടനെ കൊണ്ടുവന്നു, സിദ്ധുവിനെ കൊണ്ടുവന്നു, സിദ്ധു ചാടി ഇപ്പൊ കോൺഗ്രസിലോട്ടും പോയി. അപ്പം ഇങ്ങനെയൊക്കെ കൊണ്ട് കുറെ കാര്യങ്ങളൊന്നും മുഖമില്ലാതെ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു വലിയ പ്ലാനിങ് ഉണ്ട് പഞ്ചാബ് പിടിക്കുക എന്നുള്ളത്. ആ പ്ലാനിങ്ങിൽ അവർ നിരന്തരം തന്നെ, പക്ഷെ ഒരു കാര്യമുണ്ട്, RSN ശാഖകളൊക്കെ സജീവമായിട്ട് തുടങ്ങുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ അത്. അപ്പം ശിവസേനയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഘടനകളും ഒക്കെ അവിടെ സജീവമാണ്. അപ്പൊ ഇവര് അതിനു വേണ്ടിയുള്ള കാരണം തൊട്ടിപ്പുറത്തോട് ഹരിയാന ഇവരെ ഭരിക്കുന്നത്, BJP ഭരിക്കുന്നത്. അപ്പം ശക്തമായി തന്നെ അവന് പ്രവർത്തനം അവർ നേരത്തെ തുടങ്ങി. അപ്പൊ അവർക്കൊരു മുഖമില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ രാഘവ് ചദ്ദയെ പോലെയുള്ള ആളുകൾ ഇതിലേക്ക് വരുന്നത്. ഹർഭജൻ സിംഗ്, രാഘവ് ചദ്ദ, അങ്ങനെ 7 MP അവർക്ക് പഞ്ചാബിൽ നിന്ന് കിട്ടി. ഇതോടുകൂടി ഇവരുടെ ഇവർ ഇതേ സിസ്റ്റം തന്നെയാണ് ബംഗാളിൽ ചെയ്തത്. ബംഗാളിൽ ഇവർ അടിത്തട്ടിൽ ഇവരുടെ പണിയൊക്കെ ഇവർ നടത്തി ഇങ്ങനെ കാത്തിരിക്കുക. കാരണം ഇത് പണിക്കിറങ്ങാൻ ആള് വേണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമതയുടെ വലങ്കൈ ആയിരുന്ന സുവേന്ദു അധികാരി അടർത്തി ഇങ്ങോട്ട് എടുക്കുന്നു. പിന്നെ സുവേന്ദു അധികാരി വഴി 10-30 മുഖങ്ങളെ തൃണമൂൽ കോൺഗ്രസ് നിന്ന് ചാടിച്ച് ഇങ്ങോട്ട് എടുക്കുന്നു. ഇങ്ങനെ എടുത്തതിന് ശേഷമാണ് ബംഗാളിൽ ഇവർ പണി തുടങ്ങുന്നത്. സെയിം കാറ്റഗറിയാണ് ഇവിടെയും. ബംഗാൾ പോലെയല്ല പഞ്ചാബ്. 117 സീറ്റേ ഉള്ളൂ. ബംഗാൾ ഒരു വലിയ സീറ്റുണ്ട്, 294 സീറ്റ് ഉണ്ടല്ലോ ബംഗാളിൽ. ഇവിടെ 117 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് പിടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പഞ്ചാബിലെ ഒരു പൊതുവായ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസവും ഈ പഞ്ചാബിൽ ഒരു സ്ഫോടനവും മറ്റും നടന്നു. പഞ്ചാബിലെ പൊതുവെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരക്ഷിതാവസ്ഥ, സുരക്ഷിതമില്ലായ്മ ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ പഞ്ചാബിൽ പതുക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇത് അതിർത്തി സംസ്ഥാനമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും മോദി വന്നല്ലോ. ഇപ്പൊ ഹിന്ദുസ്ഥാനിൽ എല്ലായിടത്തും മോദിക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പഞ്ചാബ് എന്തിനു മാറി നിൽക്കണം, നമുക്ക് വികസനം ആവശ്യമില്ലേ? ഈ ബംഗാളിൽ പറയുന്ന അതേ കാര്യങ്ങൾ, ബംഗാളിന്റെ വേറൊരു ടൈപ്പ് തന്നെയാണ് ഈ പഞ്ചാബ്. സാമ്പത്തികമായിട്ട് ബംഗാളിനെ പോലെ തകർന്നിട്ടില്ല, പക്ഷെ ഈ സുരക്ഷിതമില്ലായ്മ, അക്രമങ്ങൾ, ഈ ഭീകര സംഘടനകളുടെ സാന്നിധ്യം, ഇതിനൊക്കെയുള്ള സ്ഫോടനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഗ്രൂപ്പുകൾ, പിന്നെ ചിലരുടെ കയ്യിലേക്ക് പോകുന്ന അഴിമതി. അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അടിച്ച് പാമ്പായിട്ട് ബുടുമുണ്ടൊഴിഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ടുവരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്, നിയമസഭ തന്നെ വരുന്ന കണ്ടതാണ്. പിന്നെ അത് അങ്ങനെ പോകുന്ന ഒരു കാര്യമാണത്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ബംഗാള് ആഗ്രഹിച്ച് തുടങ്ങിയപ്പോഴാണ് അവിടെ BJP വന്നത്. അപ്പൊ എല്ലായിടത്തും അവർ വരുന്നത്, പഞ്ചാബിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണിത്. കാരണം എന്തുകൊണ്ട് BJP വന്നുകൂടാ, അവരെന്തിനാണ് മാറ്റി നിർത്തുന്നത്? കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തരുന്നത് അവരാണ്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം, UP കേവലം 2% താഴെ ഉള്ളൂ സിഖുകാർ. എന്നിട്ട് പോലും UP അവരുടെ ഗുരുവിന്റെ ഓർമ്മ ദിനത്തിന് അവധി കൊടുത്തിരിക്കുകയാണ് UP യോഗി ആദിത്യനാഥ്. അവർ എടുത്തു പറയുന്നു, UP അവർക്ക് അവധി കൊടുക്കുന്ന ഒരു കാര്യമില്ല. അവർ 2% ഉള്ളൂ, ഞങ്ങൾ വരുത്തരാണ്, വന്നവരാണ്, ഇവിടെ താമസിക്കുന്നവർ, പഞ്ചാബ് എന്നുള്ളവരാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെച്ച യോഗി ആദിത്യനാഥ്. അപ്പൊ BJP അല്ലേ ഏറ്റവും ബെറ്റർ എന്നവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അന്നത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ BJP ഇത്ര ശക്തമല്ലായിരുന്നു, അവർക്ക് മുഖമില്ലായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി എന്തോ ഒരു സംഭവമാണെന്നൊക്കെ അവർക്ക് തോന്നിയിരുന്നു. പിന്നെ അവർക്ക് ഫണ്ട് ചെയ്യാൻ ഖാലിസ്ഥാനിലുണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം ഇല്ലാതായി എന്നുള്ളതാണ് അതിനകത്ത് ഒന്നാമത്തെ ഒരു കാര്യം. പഞ്ചാബ് എനിക്ക് തോന്നുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. BJP ഇപ്പൊ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ആരുമായിട്ട് സഖ്യത്തിന് പോകണ്ട, ഇനി ഭാവിയിൽ ആരെങ്കിലും വന്നാൽ നമ്മുടെ കൂടെ നിർത്തുക, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത്, ഈ ശിരോമണി അകാലിദളിനെയൊന്നും കൂടെ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കുകയാണ് നല്ലത്. അവന്മാർ വെറും നാറികളാണ്. അച്ഛനും മക്കളും ചത്തടങ്ങാതെ ആ പാർട്ടി രക്ഷപ്പെടത്തില്ല. ചത്തടങ്ങി അതോട് പാർട്ടി തീർന്നു. ഇവരെല്ലാം കൂടെ തന്നെയാണ് ആ പാർട്ടിയിലുള്ളത്, എല്ലാം ഫ്രോഡുകളാണ്. അപ്പൊ അവരുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ നില അവിടെ വലിയ ഒരു ശക്തമായ നിലയിലല്ല. പിന്നെ കോൺഗ്രസിന് ഇപ്പം നമ്മുടെ രാജ്യത്തിനുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല, അവരെ കൊണ്ട് ഇനി ഒരു കാര്യം നടക്കില്ല. ഡബിൾ എഞ്ചിൻ സർക്കാർ എല്ലായിടത്തും വരണം എന്നൊരു ചിന്താഗതി പല സ്റ്റേറ്റിനും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക കാലം ഡൽഹിയുമായിട്ട് വലിയ ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായ പഞ്ചാബിന് കഴിയും. പിന്നെ BJP സംബന്ധിച്ച് അവർക്ക് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു നിയമസഭ ഒരു സംസ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല, പൊളിറ്റിക്കലി അല്ല അവരതിനെ നോക്കുന്നത്. കാരണം ഇതൊരു അതിർത്തി സംസ്ഥാനമാണ്. അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ BJP തന്നെ ഭരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സുരക്ഷ ശക്തമാക്കാൻ കഴിയും. കാരണം ബംഗാളായി, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായി, ഒഡീഷയായി, ഇനിയിപ്പോ വേണ്ടത് അവർക്ക് ഈ പഞ്ചാബാണ്. പഞ്ചാബ് ആയി കഴിഞ്ഞാൽ ഏതാണ്ട് പടിഞ്ഞാറൻ മേഖലയൊക്കെ അവരുടെ കയ്യിലായി. രാജസ്ഥാനായി, മഹാരാഷ്ട്രയായി, ഗുജറാത്തായി, പഞ്ചാബായി. അപ്പൊ ആ ഒരു മേഖല സേഫ് ആകണം എന്നുണ്ടെങ്കിൽ അവരുടെ സർക്കാർ തന്നെ വന്നാൽ അവർക്ക്, കാരണം അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു, ബംഗാളിൽ അതിർത്തി കെട്ടാൻ കഴിഞ്ഞിരുന്നില്ല. 500 കിലോമീറ്റർ ദൂരത്തിൽ അതിർത്തി കെട്ടാൻ മമത സമ്മതിച്ചിരുന്ന സ്ഥലം വിട്ടു കൊടുക്കുന്നില്ല. സെയിം സാധനം തന്നെയാണ് പഞ്ചാബിലും. അവിടെ ഈ BSFനും സൈന്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ രണ്ടിടത്തും ഇഷ്യൂ ഉണ്ട്. BJP വന്നാൽ ഈ ഇഷ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ ഏറ്റവും വലുത്. അപ്പം കാരണം വെച്ചാൽ ഇത് ചെയ്തു കൊടുക്കാത്ത പഞ്ചാബിലെ ഇഷ്യൂ ഇതല്ല. പഞ്ചാബിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കള്ളക്കടത്തും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തോട്ട് വരാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഡ്രോൺ വഴി മയക്കുമരുന്ന് ഇട്ട് കൊടുക്കുക. ഈ മയക്കുമരുന്ന് കച്ചവടമാണ് വലിയ കച്ചവടം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ അവസ്ഥ തന്നെ അതാണ്.
അപ്പൊ പിന്നെ അവിടുത്തെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുമില്ല. ഇപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല മുഖമാണ് കിട്ടിയിരുന്നത് രാഘവ് ചദ്ദ. എനിക്ക് തോന്നുന്നു പണ്ട് തുടക്കകാലത്ത് നമ്മുടെ കേജ്രിവാളിന്റെ ജനം എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ കാണുന്ന ഒരു മുഖമാണ് രാഘവ് ചദ്ദയുടേത്. ഒരു നല്ല മനുഷ്യൻ, കളങ്കമില്ലാത്ത മനുഷ്യൻ, ഒരുപാട് അറിവുള്ള മനുഷ്യൻ, അങ്ങനെയൊക്കെ കേജ്രിവാളിനെ കുറിച്ച് അങ്ങനെയായിരുന്നില്ല ആദ്യകാലങ്ങളൊക്കെ കേട്ടിരുന്നത്. പിന്നീട് പുള്ളി ഫ്രോഡായി മാറി, ശീഷ് മഹാൽ അഴിമതിയൊക്കെ നടത്തി, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ നല്ലൊരു മുഖമായിട്ടാണ് കാണുന്നത്. ചെറുപ്പക്കാരനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഹർഭജൻ സിംഗിനെ പോലുള്ള ആളുകളുണ്ട്, 6 MP അപ്പൊ അവരോട് വേണമെങ്കിൽ BJPക്ക് ഈസി ആയിട്ട് അവിടെ 45 MLA അടർത്തിയെടുക്കാൻ ഇന്ന് വിചാരിച്ച് ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരതിന് മുതിരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കൊരു ആത്യന്തികമായ ലക്ഷ്യമുണ്ട്, ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. ബംഗാളിൽ അവർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് പഞ്ചാബിൽ നടത്തിയെടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ പഞ്ചാബിൽ പഴയതുപോലെ BJPക്ക് എതിരെ ഒരു വികാരം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.